ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഇന്ന് ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 15 ഇഞ്ച് ഇറക്കത്തിലും 40 ഇഞ്ച് വണ്ണത്തിലും വരുന്നൊരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ബാക്ക് നെക്ക് ഒരു 10.5 ഇഞ്ചാണ് വേണ്ടിയത്. അതിന് വേണ്ടിയിട്ട് 11 ഇഞ്ചിൽ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇതേപോലെ ഒരു വലിയ സ്കാലപ്പിൻ്റെ രീതിയിലുള്ളൊരു ഡിസൈനാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ഷേപ്പിൽ വരച്ചെടുത്തിട്ട് വേസ്റ്റ് ഒരു 34 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പേൾ പിന്ന് വെച്ചിട്ട് ലൈനിങ്ങും നല്ല ഫാബ്രിക്കും കൂടെ പിൻ ചെയ്ത് വെക്കണം. അങ്ങനെ പിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പൈപ്പിങ്ങിനുള്ള ബയാസ് കട്ട് ചെയ്യാം. സാരിയുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താണ്. ആ ബയാസ് ഇതുപോലെ കട്ട് ചെയ്ത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ജോയിൻ്റ് ചെയ്ത് നീളത്തിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം അതിൻ്റെ ബോർഡർ ജോയിൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ പിൻ ചെയ്ത് വെച്ചിരുന്ന ലൈനിങ്ങും ബ്ലൗസ് പീസിൻ്റെ ഫാബ്രിക്കും കൂടെ ഇതേപോലെ തയ്ച്ചെടുക്കുക. നല്ല പീസിൻ്റെ മുകളിൽ വെച്ച് ലൈനിങ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് മാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടും. പിന്നെ ഞാനതിൻ്റെ ലൈനിങ്ങിൻ്റെ പുറത്തൂടെ ടോപ്പ് സ്റ്റിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുന്നത് നല്ല കറക്റ്റ് ഷേപ്പ് അതേപോലെ തന്നെ ആ കോർണർ ഭാഗമൊക്കെ അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ടത് വിടർത്തി വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ വേണം, സൂചി കറക്റ്റ് ആ സൈഡിൽ കൂടെ വരുന്ന പോലെ വേണം തയ്ച്ച് കൊടുക്കാൻ. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടത് നിവർത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി അടിച്ചു കൊടുക്കുക. നന്നായിട്ടത് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആ സ്കാലപ്പിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടി. പിന്നെ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത് വെച്ച ബോർഡർ ഭാഗം എടുത്തിട്ട് ഒരു 1 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബോക്സ് പ്ലീറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ ഒരു രണ്ട് സൈഡും കൂടെ ഒരു 1/2 ഇഞ്ച് വീതം, അതായത് ഒരു 1 ഇഞ്ച് രീതിയിൽ ഇതേപോലെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ബോക്സ് പ്ലീറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ബോക്സ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ അത് നിവർത്തി വയ്ക്കണം. ആ ബോക്സ് പ്ലേറ്റ് പോലെ അറിയുന്ന പോലെ തന്നെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് പിന്നെ ലൈനിങ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഷേപ്പ് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്ത് നമ്മൾ ആ നെക്ക് വെട്ടിയതിൻ്റെ അത് കളയരുത്. അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇതേപോലെ ലൈനിങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഇതേപോലെ കിട്ടും. എന്നിട്ട് 2 സൈഡിലും കൂടെ ഒരു പടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ പിങ്ക് കളറിൻ്റെ ബോർഡറാണ് എടുത്തത്. ഇതേപോലെ തന്നെ 2 സൈഡിലോട്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ആ ഗ്രീൻ കളറൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പൈപ്പിങ് അതുപോലെ പുറത്ത് സൈഡായിട്ട്, അതായത് നല്ല ഭാഗത്ത് ഇതേപോലെ പൈപ്പിങ് വെച്ച് കൊടുക്കുക.
ഇതേ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന പോലെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ട് സാധാ നമ്മൾ നോർമൽ പൈപ്പിംഗ് വെക്കുന്ന പോലെ തന്നെ പിന്നെ ഇപ്പോൾ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുക. കറക്റ്റ് ഷേപ്പ് കിട്ടുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്യണം. ഇതേ മെത്തേഡിലാണ് രണ്ട് സൈഡും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഭാഗം മാത്രം ചെയ്യുന്നത് കാണിക്കുന്നത്. രണ്ട് സൈഡിലും കൂടെ ആ ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ പിങ്ക് കളറ് പടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 10.5 ഇഞ്ചാണ് ഫൈനലി കിട്ടേണ്ട നെക്കിൻ്റെ ലെങ്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴ്വശത്ത് ഇതുപോലെ പടി വെച്ച് കൊടുക്കുക. പടി വെച്ച് കൊടുത്തതിന് ശേഷം വെക്കുവാണെങ്കിൽ പിന്നെ നമുക്കത് ഒന്നിച്ച് പടി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ പടി വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ ബോർഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടിയത്, ഞാനൊരു 6 ഇഞ്ച്, ഒരു 5.5-6 ഇഞ്ച് വീതി വരുന്ന പോലെയാണ് നമ്മൾ വെച്ചത്. 6 ഇഞ്ച് തന്നെയില്ല, എന്നാൽ 5.5 വരുന്ന പോലെയാണ് ഇത് അതിൻ്റെ കഴുത്തകലം വെച്ചേക്കുന്നത്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെൻറ്റർ ഔട്ടായിട്ട് പോകും. രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്റ്റിച്ച് കൊടുത്ത് നന്നായിട്ട് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്പിലാണ് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഡിസൈൻ കിട്ടിയത്. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സാധാ കട്ട് ചെയ്ത് ഫ്രണ്ടും സ്ലീവ് അടിക്കുക, സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയെല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. സ്ലീവും സാധാ 10 ഇഞ്ച് നീളത്തിലുള്ള സ്ലീവായിരുന്നു. ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഫ്രണ്ട് ക്രോസ് കട്ടിങ് എടുത്തേക്കുന്നത്. ഫ്രണ്ട് പീസിലും ഇതേപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ പൈപ്പിംഗ് കൊടുത്തു. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നേരമാണ് കട്ട് ചെയ്യുന്നത്. സൈഡൊക്കെ നന്നായിട്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് സെൻറ്ററിൽ നിന്ന് ജോയിൻ്റ് ചെയ്ത്, ഞാൻ പൊതുവെ സെൻറ്ററിൽ നിന്നാണ് ഏത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുളുക്കൊന്നും വരാതെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ പടിയൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഫൈനലി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തീർന്നു. പിന്നെ സൈഡും മാർക്ക് ചെയ്തു, ബാക്കിൽ ടക്കൊക്കെ ഇട്ട് കൊടുത്തു. ബ്ലൗസ് ഫിനിഷാക്കി ഹുക്സും ഒക്കെ വെച്ച് കൊടുത്തു. ഇതാണ് ആ സാരി. സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ബ്ലൗസിൻ്റെ ബാക്കിൽ ഇതേപോലെ 2-3 ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പ്ലീറ്റ്സ്, ആ ബോക്സ് പ്ലീറ്റ് ചെറുതായിട്ട് തയ്ച്ചിട്ട് 2 ബീഡ്സും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഫൈനലി ഫിനിഷായി. താങ്ക് യു ഫോർ വാച്ചിങ്.